ലാലേട്ടനെ നമ്മൾ കാത്തിരുന്ന ചിത്രം ആരംഭിക്കാൻ പോകുന്നു. ജയിലർ 2 റിലീസ് തീയതി വന്നു. ആക്ഷൻ കിങ് അർജുൻ നായകനായിട്ടെത്തിയ ബ്ലാസ്റ്റ് ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തൂക്കുന്നു. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോളിവുഡിൽ നിന്നും വൻ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും സോഷ്യൽ മീഡിയയിൽ ആ ഒരു ട്രെയിലർ തരംഗമാവുന്ന കാഴ്ചയുമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യ ഷോയുടെ സമയത്തെ പറ്റി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ജൂലൈ 30 തീയതി രാവിലെ 7:30 ഈ ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുക. മാത്രമല്ല മലയാളത്തിലും ഇംഗ്ലീഷിലും ചിത്രത്തിന് കേരളത്തിൽ പ്രദർശനമുണ്ടാവും. വിശാൽ നായകനായി വിശാൽ തന്നെ സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മകുടം. ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിശാലിനൊപ്പം അഞ്ജലി, യോഗി ബാബു, തുഷാര വിജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്ന മകുടം വരുന്ന ജൂലൈ 17 തീയതി റിലീസിനെത്തും. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി തമിഴ് സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന ഓം എന്ന സിനിമയുടെ ടൈറ്റിൽ ടീസർ ഇന്നലെ പുറത്തു വന്നിരുന്നു. അമരൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ധനുഷാണ് നായകനായിട്ട് എത്തുക. ചിത്രം ഒന്നിലധികം ഭാഗങ്ങളായിട്ടാവും പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഓം ചാപ്റ്റർ 1 ഉദിരം ദ ബ്ലഡ് വുഡ് എന്നാണ് ആദ്യ ഭാഗത്തിന്റെ പേര്. 2.5 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ടൈറ്റിൽ ടീസറാണ് പുറത്തു വന്നതെങ്കിൽ കൂടി ധനുഷിന്റെ കഥാപാത്രത്തിന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ധനുഷിന്റെ വണ്ടർബാർ ഫിലിംസും ആർടെക് സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ഓമിൽ ശ്രീലീലയും സായി പല്ലവിയുമാണ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുക. ഈ വരുന്ന ഒക്ടോബർ 16 തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. വർഗം, വാസ്തവം, ശിക്കാർ, ജോസഫ് എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ജനപ്രിയ സംവിധായകൻ എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഉയിരിന്റെ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുമെന്ന സൂചന ഈ ഒരു ടീസറിൽ തന്നെ സമ്മാനിക്കുന്നുമുണ്ട്. റോഷൻ മാത്യു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഉയിർ നിർമ്മിച്ചിരിക്കുന്നത് വാവു സിനിമാസിന്റെ ബാനറിൽ ത്രിവിക്രമനാണ്. ഉടൻ തന്നെ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തുവരും. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ നായകനാക്കിൽ നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് ജയിലർ 2. രജനീകാന്തിനൊപ്പം രമ്യാകൃഷ്ണൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, ലാലേട്ടൻ, ശിവരാജ് കുമാർ, വിദ്യാബാലൻ, യോഗി ബാബു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ജയിലർ 2വിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ചിത്രം ഒക്ടോബർ 16 തീയതി റിലീസിന് എത്തിക്കാനായിരുന്നു മൂവി ടീം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒക്ടോബറിൽ നിന്നും നവംബർ മാസത്തിലേക്ക് ദീപാവലി റിലീസായിട്ടാവും ജയിലർ 2 എത്തുകയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. രാജ്കുമാർ ഹിറാനിയുടെ സിനിമാ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായി കണക്കാക്കുന്ന ചിത്രമാണ് 3 ഇഡിയറ്റ്സ്. ഇപ്പോഴത്തെ 3 ഇഡിയറ്റ്സിന്റെ 2ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നതായി ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊരു ക്യാമ്പസ് സ്റ്റോറി ആയിട്ടാവില്ല തയ്യാറാവുക. പകരം ചിത്രത്തിലെ നായക കഥാപാത്രങ്ങളുടെ വിവാഹ ജീവിതത്തിന് ശേഷമുള്ള കോൺഫ്ലിക്റ്റുകളാണ് 2ാം ഭാഗത്തിന്റെ പ്രമേയമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന 3 ഇഡിയറ്റ്സ് 2വിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. മലയാളത്തിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ബാലൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ബാലന്റെ ആദ്യ ദിന പ്രീസെയിൽ കളക്ഷൻ ഏകദേശം 56 ലക്ഷം രൂപയായിരുന്നു. പിന്നീട് സിനിമ റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയതോടെ മികച്ച ഒരു കളക്ഷൻ വർധനവ് തന്നെ ബാലന് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്ന സമയം വരെ കേരളത്തിൽ നിന്നും മാത്രം 1 കോടി രൂപയോളമാണ് ബാലൻ കളക്ഷനെ നേടിയെടുത്തിട്ടുള്ളത്. ബാലന്റെ ആദ്യ ദിന ഫൈനൽ കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും നാളെ ഉച്ചയോടെ മാത്രമാവും പുറത്തുവരിക. ചിത്രീകരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന സൂര്യ 47 ശേഷം സൂര്യ നായകനാവുന്ന സൂര്യ 48ന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജയ് ഭീം, വേട്ടയൻ എന്നീ സിനിമകളുടെ സംവിധായകനായ TJ ജ്ഞാനവേലാണ് സൂര്യ 48 സംവിധാനം ചെയ്യുക. വേട്ടയൻ പോലൊരു കൊമേഴ്ഷ്യൽ പശ്ചാത്തലത്തിലാവില്ല ഈ ചിത്രം ഒരുങ്ങുകയെന്നും പകരം ജയ് ഭീം പോലെ തന്നെ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരുക്കുന്ന സിനിമയാവും സൂര്യ 48 എന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം അവസാനത്തോടെ സൂര്യ 48ന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് തുടക്കമാവും. ആക്ഷൻ കിങ് അർജുൻ നായകനായി തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ബ്ലാസ്റ്റ് സിനിമയുടെ 22 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 22 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 14,78 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്നും 31,53 ലക്ഷം രൂപയും സ്വന്തമാക്കിയ ബ്ലാസ്റ്റിന്റെ 22 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 75,36 ലക്ഷം രൂപയാണ്. ലാലേട്ടനെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു മിലിറ്ററി ആക്ഷൻ വാർ മൂവിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പല ആവർത്തി ഈ പ്രോജക്ട് ഡ്രോപ്പ് ആയെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സിനിമയുടെ വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുമാത്രവുമല്ല, സംവിധായകൻ മേജർ രവി ആണെങ്കിൽ കൂടി ചിത്രത്തിന്റെ ടെക്നിക്കൽ ക്രൂവും പ്രൊഡക്ഷൻ ടീമും വരെയും പുതിയ ആളുകളായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നതും. ഉടൻ തന്നെ ഈ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവരും. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഐ നോബഡി. ചിത്രത്തിന്റെ റിലീസ് ജൂലൈ 9 തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഐ നോബഡിയുടെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ വരുന്ന ജൂലൈ 5 മുതൽ ഓപ്പൺ ആവുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിനൊപ്പം പാർവതി തിരുവോത്ത്, സുരാജ് വെഞ്ഞാറമ്മൂട്, ഗണപതി, ലുക്മാൻ, വിജയരാഘവൻ, ശങ്കർ രാമകൃഷ്ണൻ തുടങ്ങിയവരും ഐ നോബഡിയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുമുണ്ട്.